ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇതാ നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. അത് എൻ്റെ ഒന്നും അല്ല കേട്ടോ, ഞാൻ നമ്മുടെ ഷെഫ് പിള്ളയുടെ ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുറിച്ച് കഴുകിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ കൂടി ഒന്ന് ചേർത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് തിരുമിയെടുക്കണേ. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല, അതുപോലെ തൈര് ചേർക്കേണ്ട കാര്യമില്ല, നാരങ്ങ നീര് വേണ്ട, ഇതൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിരുമിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു 10 മിനിറ്റ് നേരത്തിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ഒരു ചട്ടി എടുത്ത് അടുപ്പത്തോട്ടൊക്കെ വെച്ചിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ, അതായത് ഒരു 3 ടേബിൾ സ്പൂണോളം തന്നെ എണ്ണയുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിക്കൊക്കെ ഇത്തിരി എണ്ണയുള്ളതാണ് നല്ലത് കേട്ടോ. അപ്പോൾ കടുകൊന്നും ഇടുന്നില്ല. നമ്മളൊരു 1/2 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പോയിട്ട് കുറച്ച് തേങ്ങയാണേ. പിന്നെ ഒരു കാര്യമേ, തേങ്ങ ഇടുന്നത് നമ്മൾ തേങ്ങ കൊത്തി ഇടാറില്ലേ, അതായിരുന്നു നല്ലത്. പക്ഷെ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ അത് അങ്ങനെ ഇല്ലാഞ്ഞ കാരണമാണ് ഇത്തിരി തേങ്ങ ചിരകിയെടുത്തേക്കാന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക കേട്ടോ. ഇനി നമുക്കിത് തേങ്ങയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്ന സമയത്ത് ഒരു 3 സവോള, ഒരുമാതിരി മുഴുത്ത സവോളയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ട്, അത് നീളത്തിലരിഞ്ഞതാണേ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ചെറുതായിട്ട് അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തു കൊടുക്കുക. അതിനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കൊച്ചുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചുള്ളി ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനെന്തായാലും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇത്ര ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് നടുവിനെ കീറി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുത്തോളുക. അങ്ങനെ അതിനെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടുതലോ കുറവോ ആവാം, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. എന്തായാലും അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളുക കേട്ടോ. പിന്നെ ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്തിനാണെന്നല്ലേ, സവോള വഴന്ന് വരാനൊക്കെ ആയിട്ട് വളരെയധികം എളുപ്പമാണ് ഈ നമ്മൾ ഇത്തിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ പിന്നെ ഇതാ തുടരെ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തോളൂ. ചട്ടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ കരിഞ്ഞു പിടിക്കും, കൂടുതലില്ല, ചെറുതായിട്ടൊക്കെ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്ന സമയത്ത് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും നീളത്തിലരിഞ്ഞ നമ്മുടെ വെളുത്തുള്ളിയും ഒരു 3-4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നടുകിനെ ഒന്ന് കീറി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അതിനെയും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ദാണ്ടേ പറഞ്ഞ മാത്രയിൽ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടേ. എന്നാൽ പിന്നെ അതിനെ എല്ലാത്തിനെയും കൂടെ ആ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മസാലപ്പൊടികളാണ് കേട്ടോ. എന്തൊക്കെയാണെന്നല്ലേ, ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ആയിട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മുളക് പൊടിയാണ് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി പൊടിയും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ പൊടിച്ചത്, ആ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ പൊടിയെല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. അതായത് നമുക്ക് മനസ്സിലാവും കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു പാത്രത്തിലെടുത്ത് അതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ പൊടികളെല്ലാം മൂത്ത് വന്നപ്പോൾ കേട്ടോ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നേക്കുന്നത്. ഇനി നമുക്ക് ആ സവോള നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന സവോളയെല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ആ മസാലക്കൂട്ടുകളെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളൂ കേട്ടോ. അപ്പോൾ അതാ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം കൂടെ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ മസാലയൊക്കെ തിരുമ്മി വെച്ചിരുന്ന നമ്മുടെ ചിക്കനെല്ലാം കൂടെ ഒന്നിട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടേ നമ്മുടെ മസാലയിലേക്ക് കേട്ടോ. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിയുടെ അടിയിൽ കിടക്കുന്ന മസാലക്കൂട്ടുകളൊക്കെ മേലെ വരണം, സൈഡിൽ കൂടെയൊക്കെ, അതായത് ചിക്കനിൽ ഉടനീളം പിടിച്ച് വരത്തക്ക വിധത്തിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തോളുക കേട്ടോ. അപ്പോൾ അതാ ഇതുപോലൊരു തവി വെച്ചിട്ട് എങ്ങനെയാണേലും കുഴപ്പമില്ല, നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കണം. അതായത് നമ്മുടെ ചിക്കൻ്റെ വെള്ളം ഊറി വരുന്നിടം വരെ കേട്ടോ. അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും ഇല്ലായിരുന്നു, സ്വല്പം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിനകത്ത് ഒരു 250 മില്ലി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. നമുക്ക് ചിക്കനിൽ ഒരുപാട് വെള്ളം ഉള്ളതാണെന്നെങ്കിൽ അത്രയും നമുക്ക് ഇത്ര ഒന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചൊക്കെ കൊടുത്താൽ മതിയാവും. ഇത് ചിക്കനിൽ വെള്ളം കുറവായതുകൊണ്ടാണ് ഇത്ര ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് 2 വലിയ തക്കാളി നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ അതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. എന്ത് കളർഫുൾ ആണല്ലേ. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു 25 മിനിറ്റ് നല്ല രീതിയിൽ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം.
അങ്ങനെ നമ്മളൊരു 25 മിനിറ്റ് കഴിഞ്ഞപ്പം അതിനെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ അതിനെ ചെറുതായിട്ട്, അതായത് അതിൻ്റെ ദശകളൊന്നും ഉടയാത്ത രീതിയിൽ വേണം ഒന്ന് ഇളക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കണ്ടോ ആ സൈഡിൽ കൂടെയൊക്കെ ഇരുന്ന മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് മാറി മറിഞ്ഞുമൊക്കെ കയറിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇനി എന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ വീട്ടിൽ പൊടിച്ച ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ പെരുംജീരകവും അതുപോലെ ഏലക്കായും കറുവപ്പട്ടയും പിന്നെ നമ്മുടെ ഗ്രാമ്പൂവും എല്ലാം കൂടെ കൂട്ടി പൊടിച്ച് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരുന്ന് നമ്മൾ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല പൊടി ആയതുകൊണ്ട് നല്ല രുചിയുള്ളതാണ്, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ കുറച്ച് നല്ല കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിലൊന്ന് ഇളക്കി നമുക്കൊരു 5 മിനിറ്റും കൂടെ വേവിക്കാനായിട്ട് വെച്ചാലോ. എന്നാൽ പിന്നെ അതിനെല്ലാം കൂടെ ഇളക്കി ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ ആദ്യം സ്വല്പം ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കറിക്ക് ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവ് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ സ്വല്പം കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഇവിടെ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചേക്കാമെന്ന് വെച്ചത് കേട്ടോ. എന്നാൽ പിന്നെ അതങ്ങനെ ഇരിക്കട്ടെ, ഒന്നുകൂടെ ഒന്ന് റെഡിയായി എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മൾ ഒന്നുകൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ആ മണമുണ്ടല്ലോ, ഒരു രക്ഷയില്ല, കിടിലനാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മളതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിമുട്ടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേറൊന്നുമല്ല, അതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒരു ശകലം കൂടെ വറ്റിക്കോട്ടെ, വേണമെന്നുണ്ടെങ്കിൽ മതി. ചാറ് വേണ്ടവർക്ക് അങ്ങനെ തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തുറന്ന് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് അങ്ങനെയും കൂടി അങ്ങ് ഇരിക്കട്ടെ എന്ന് വെക്കാം. പിന്നെ ചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെയൊക്കെ ഒരു ചാറ് വറ്റി പോകാനുള്ളൊരു ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതാ ഇനി നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. അടിപൊളിയാണ്, ടേസ്റ്റിയാണ്, കിടിലനാണ്, ഒരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ബ്രെഡും ചിക്കനും കൂടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് തന്നെ കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 2 കഷ്ണം ബ്രെഡും കുറച്ച് ചാറും ഒക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് യം കഴിച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ എങ്ങനെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ.